അവനവനിഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. ബോൾഗാട്ടി ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക്. ടി.ആർ. ദേവന്റെ നേതൃത്വത്തിൽ ദുരിത സമരം സംഘടിപ്പിച്ചു. ബോൾഗാട്ടി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകനായ ടി.ആർ. ദേവൻ ബോൾഗാട്ടി ജംഗ്ഷനിൽ ദുരിത സമരം നടത്തി. സമരം ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ആ പ്രത്യാശ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അത് പറഞ്ഞു കേട്ടപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലായത്. കാരണം ഇത്രയും നാളും നമ്മളൊക്കെ പണിപ്പെട്ട് വളരെ പ്രകീർത്ത പ്രയത്നം ചെയ്തിട്ട് നടക്കാത്തൊരു കാര്യം ഈ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 25 ദിവസം കൊണ്ട് എങ്ങനെ പൂർത്തിയാക്കുമെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്. അതായത് അപ്പോൾ ഒത്തുപിടിക്കണം. ആ ഒത്തുപിടിക്കാനുള്ള ആ പ്രക്രിയക്ക് ഒരു ത്വരിതഗതി ഉണ്ടാക്കാനാണ് പ്രിയങ്കരനായ നമ്മുടെ ശ്രീ ടി.ആർ. ദേവൻ ഇന്ന് ഒരു നിരാഹാര സമരം. ഒരു ദിവസം അദ്ദേഹം ഇവിടെ കിടന്ന് ആ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും വന്ന് അദ്ദേഹം അവിടെ സമരം നടത്തുന്ന ഈ സമയങ്ങളിലെല്ലാം വന്ന് ഇതിനോടുള്ള അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും ആശീർവദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചടങ്ങാണ്. നിരവധി ഗതാഗതക്കുരുക്ക് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ബന്ധപ്പെട്ട ഏജൻസികൾ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ജനങ്ങളുടെ വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പോലെയുള്ള ആളുകൾ ഈ വേദിയിൽ വരാനുള്ള കാരണം എന്താണ്? ഈ സമരത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം പോലും അനുഭവിക്കുന്ന ആ ദുരിതം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ദുരിത സമരത്തിൽ പങ്കുചേരുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ കസ്റ്റോഡിയൻ ജിഡയാണെന്ന് മനസ്സിലാക്കുകയും ആ ജിഡ അധികൃതരും മറ്റുദ്യോഗസ്ഥരും നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. കാരണം ഇന്നലെയൊക്കെ നടന്ന ബസ്സുകാർ ഒരു ദിവസം ഇന്നലെ സൂചന പണിമുടക്ക് നടത്തി. അവർ 7-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം വൈപ്പ് വരെ വരുള്ളൂ. ഇന്നലെ മുഴുവൻ വരാതെയാണ് സമരം നടത്തിയത്. ഇനി വൈപ്പ് വരെ വന്നിട്ട് അവർ പാലത്തിൽ കയറാതെ തിരിച്ചു പോകുന്ന സമരം 7-ാം തീയതിയാണ്. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുരുവിള മാത്യൂസ്, സഹൽ ഇടപ്പള്ളി, സുനിൽ ഞാറക്കൽ, സിബി തോമസ്, VS രാധാകൃഷ്ണൻ, ജോസഫ് നെലിക്കുളം, MN ഗിരി, സുരേഷ് കടുപ്പത്ത്, ജിൻസൺ PL, ജോൺ ജോസഫ്, വിനയൻ ദേവ്, ആന്റണി പുന്നത്തറ, ടൈറ്റസ് പൂപ്പാടി എന്നിവർ സംസാരിച്ചു. ഗതാഗതക്കുരുക്ക് തുടങ്ങിയിട്ട് മാസങ്ങളായി. ഗതാഗതക്കുരുക്കെന്ന് പറയുമ്പോൾ ചെറിയ ഗതാഗതക്കുരുക്കല്ല, മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക്. ഒരു മനുഷ്യന് അടിയന്തരമായിട്ട് കൊച്ചി നഗരത്തിലേക്ക് ഈ ഭാഗത്തൂടെ പോകണമെന്നുണ്ടെങ്കിൽ മിനിമം 1/2-3 മണിക്കൂർ ബോൾഗാട്ടി ജംഗ്ഷനിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമാണുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എറണാകുളത്ത് നിന്ന് ഇവിടേക്ക് കടന്നു വരുന്ന എന്ന് പറഞ്ഞാൽ വൈപ്പിൻ ഐലൻഡിലേക്കും കണ്ടെയ്നർ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ വരുന്ന ഈ ബോൾഗാട്ടി ജംഗ്ഷനിലേക്ക് വരുന്ന 1ാമത്തെ പാലം, ആ 1ാമത്തെ പാലം ഒരു പാലമാക്കി പണിതതിൻ്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അവിടെ 2 പാലം വന്നിരുന്നു എങ്കിൽ ഇത്രത്തോളം പ്രയാസം ഈ ജനങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു. ബോൾഗാട്ടി ജംഗ്ഷൻ പലവിധ വികസന പദ്ധതികൾ വന്നിട്ട് വികസനത്തിൻ്റെ പാതയിലാണ്. ധാരാളം സ്ഥാപനങ്ങൾ പുതിയതായി വരുന്നു. അതേപോലെ തന്നെ കണ്ടെയ്നർ ടെർമിനൽ വന്നു. കണ്ടെയ്നർ ടെർമിനൽ വന്ന ശേഷം ഇവിടേക്ക് കടന്നു വരുന്ന കണ്ടെയ്നറുകളുടെ ബാഹുല്യം, കൊച്ചിൻ പോർട്ടിൽ നിന്ന് മുഴുവൻ കണ്ടെയ്നറും സംവിധാനങ്ങളും ഈ ബോൾഗാട്ടി മുളകാട് ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അങ്ങനെ വാഹന ഗതാഗതം ക്രമാതീതമായി വാഹനങ്ങൾ വർദ്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എറണാകുളം.